ചില അനുഭവങ്ങൾ അത്ഭുതം തന്നെയാണ്. ഞാൻ ഇൻട്രൊഡക്ഷൻ ഒന്നുമില്ലാതെ വായിക്കാം. നാരായണ നാരായണ. പ്രിയപ്പെട്ട ശ്രീകാന്ത് സാർ, എൻ്റെ പേര് സൂര്യ. ഞാൻ കുവൈറ്റിലാണ് ജോലി ചെയ്തത്. കഴിഞ്ഞ വർഷം എനിക്ക് ലിച്ചി എന്ന പഴം കഴിച്ച് അലർജി ആവുകയും അതിനുശേഷം മയോക്ലോണിക് സീഷർ എന്നൊരു അസുഖം ഉണ്ടാവുകയും ചെയ്തു. അതുമൂലം എനിക്ക് ഉറങ്ങാനോ ജോലി ചെയ്യാനോ സാധിക്കാതെ വരികയും ഞാൻ നാട്ടിലേക്ക് വരികയും ചെയ്തു. ഹോസ്പിറ്റലിൽ കാണിച്ചു, മരുന്ന് കഴിച്ചിട്ട് ഒരു കുറവുമില്ല. ഡോക്ടർ MRI സ്കാൻ നിർദ്ദേശിച്ചു. സ്കാനിങ്ങിന് തലേന്ന് എനിക്ക് മരുന്ന് കഴിച്ചിട്ടും അസുഖമുണ്ടായി. അന്ന് എൻ്റെ അമ്മ ഗുരുവായൂരപ്പനെ ഓർത്ത് ഒരു നാണയം ഒഴിഞ്ഞ് എൻ്റെ കയ്യിൽ കെട്ടി. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഗുരുവായൂർ പോകണമെന്നും തൃക്കൈ വെണ്ണ കഴിപ്പിക്കണമെന്നും ഒക്കെ അമ്മ പറഞ്ഞു. അമ്മ സ്ഥിരമായിട്ട് ത്രിമധുരത്തിലെ അനുഭവങ്ങൾ കേൾക്കാറുണ്ട്. ഭഗവാൻ ഗുരുവായൂരപ്പൻ എൻ്റെ MRI റിപ്പോർട്ട് നോർമലാക്കി. എൻ്റെ അസുഖം പൂർണ്ണമായി മാറി. എന്ന് വെച്ചാൽ നാണയം കെട്ടിയതിൽ പിന്നെ ഉണ്ടായിട്ടില്ല കേട്ടോ. ഈ ഫെബ്രുവരിയിൽ ഞാൻ വന്നപ്പോൾ എയർപോർട്ടിൽ നിന്ന് നേരെ ഗുരുവായൂരിലേക്ക് പോയി. എൻ്റെ കണ്ണനെ കണ്ടു. ത്രിമധുരത്തിൽ അംഗമായി. ജോലിയിൽ തുടരാൻ സാധിച്ചു. എല്ലാം ഭഗവാന്റെ അനുഗ്രഹം. കൃഷ്ണ ഗുരുവായൂരപ്പ, ഇനിയും അവിടുന്ന് കൂടെ ഉണ്ടാവണേ. ഞാൻ പറഞ്ഞില്ലേ, ചിലത് അത്ഭുതങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. നമുക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു താങ്ങ്. തൃക്കൈ വെണ്ണ എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ എന്തൊരു സുഖമാണല്ലേ. തൃക്കൈ വെണ്ണ, ഹാ, എന്താ കഥ. നാണയം ഒഴിഞ്ഞിടുക ഒക്കെ ഭഗവാന്റെ ഓരോരോ കളികളാണ്. നമ്മളെ അമ്പരപ്പിക്കും. സൂര്യ, വേറെ വിശേഷമൊന്നുമില്ലല്ലോ? സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പം എല്ലാവരിലേക്ക് എത്തിക്കുക. എല്ലാവർക്കും സന്തോഷമാവും. അനുഭവങ്ങൾ ഒരുപാടുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ കയ്യിലുണ്ട്. അതുകൊണ്ട് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ക്ഷമയോടെ കാത്തിരിക്കുക. അത്രയേ പറയാനുള്ളൂ. ഹരേ കൃഷ്ണ. ഗ്രൂപ്പിൽ വരാം. ജോയിൻ ബട്ടണിലൂടെ വരണം. ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും.